പാലക്കാട് ജില്ലയിൽ ഇത്തവണ ഒരുപോലെ നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് ഇരുമുന്നണികളും ബി.ജെ.പിയും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാമെന്ന് യു.ഡി.എഫും എൽ.ഡി.എഫും കണക്കുകൂട്ടുമ്പോൾ നഗരസഭാ ഭരണം പിടിച്ചെടുത്ത പോലെ ഇത്തവണ പാലക്കാട് അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളിൽ 7 എൽ.ഡി.എഫും 5 യു.ഡി.എഫും നേടിയപ്പോൾ ക്ഷീണം സംഭവിച്ചത് ഇടതുമുന്നണിക്കായിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജില്ലയിൽ മികച്ച വിജയം കൊയ്ത എൽ.ഡി.എഫിന് ഈ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ തവണ വിജയം നഷ്ടമായ തൃത്താല, മണ്ണാർക്കാട്, പാലക്കാട്, ചിറ്റൂർ മണ്ഡലങ്ങളെല്ലാം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് എൽ.ഡി.എഫിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിനുള്ള തെളിവാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി C.K. രാജേന്ദ്രൻ പറഞ്ഞു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ജില്ലാ പഞ്ചായത്തിന്റെ വോട്ടാണ് പൊളിറ്റിക്കൽ വോട്ടായിട്ട് കണക്കാക്കുന്നത്. കണക്കാക്കുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ മാത്രമാണ് അല്പം കുറവുള്ളത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നിട്ട് നിൽക്കുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരം വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ് വിജയസാധ്യത പാലക്കാട് മണ്ഡലത്തിലും ഉള്ളത്. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്ന് UDF വ്യക്തമാക്കി. പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള തർക്കങ്ങളും ഘടകകക്ഷികളിലെ പടലപ്പിണക്കവുമാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവയെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കാനും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടാനും കാരണമാകുമെന്ന് UDF ജില്ലാ കൺവീനർ വ്യക്തമാക്കി. സർക്കാരിന്റെ നേട്ടങ്ങൾ തന്നെയാണ് തങ്ങളുടെ വിജയഘടകമാകുക എന്നും ഇവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. UDF കാണുന്ന പ്രധാനപ്പെട്ട കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDF ഗവൺമെൻറ് നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അത് ഏറ്റവും ഉപരിയായി ഏറ്റവും ഒടുവിലായി ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് ഇത്രമാത്രം ഒരു സാധാരണ പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുന്ന ഒരു ബജറ്റ്, അത് ഉൾപ്പെടെ ഈ 5 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്ന രീതിയിൽ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ. പാലക്കാട് നഗരസഭാ ഭരണം പിടിച്ചെടുത്ത് ചരിത്രം സൃഷ്ടിച്ച ബി.ജെ.പിയും ആത്മവിശ്വാസത്തിലാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അതിനായി പ്രാദേശിക പിന്തുണയുള്ള പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ C. കൃഷ്ണകുമാറിനെയോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തിയ ശോഭാ സുരേന്ദ്രനെയോ രംഗത്തിറക്കാനാണ് ബി.ജെ.പി. ആലോചിക്കുന്നത്. റിപ്പോർട്ടർ, പാലക്കാട്.